ഏറ്റവും വലിയ മോഷണത്തിൽ പകച്ചു നിൽക്കുന്ന ശബരിമലയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സന്ദർശനം നടത്തിയിരിക്കുകയാണ്. രാവിലെ രാജ്ഭവനിൽ നിന്നും പുറപ്പെട്ട രാഷ്ട്രപതി ഹെലികോപ്റ്ററിലായിരുന്നു പ്രമാടം ഗ്രൗണ്ടിൽ ഇറങ്ങി അവിടെ നിന്നും റോഡ് മാർഗം പമ്പയിലെത്തിയത്. പമ്പയിൽ നിന്നും പ്രത്യേക വാഹനത്തിലായിരുന്നു സന്നിധാനത്തേക്ക് തിരിച്ചതും. രാഷ്ട്രപതി ഇരുമുടികെട്ടുമായി 18-ാം പടി ചവിട്ടി അയ്യപ്പനെ ദർശിക്കും. 11:50 സന്നിധാനത്തെത്തുന്ന രാഷ്ട്രപതിയെ കൊടിമരച്ചൂട്ടിൽ തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനര് പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. ഉച്ചയ്ക്ക് 12:20 ദർശനത്തിന് ശേഷം സന്നിധാനത്തെ ഗസ്റ്റ് ഹൌസിൽ വിശ്രമിക്കും. രാത്രിയോടെ തിരിച്ച് തിരുവനന്തപുരത്തെത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ദർശനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലെല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം രാഷ്ട്രപതിക്ക് ദേവസ്വം ബോർഡിന്റെ ഉപഹാരമായി കുമ്പിളിന്റെ തടിയിൽ കൊത്തിയെടുത്ത അയ്യപ്പ രൂപം നൽകും എന്നുള്ളതാണ്. ശബരിമല അയ്യപ്പന്റെ വിഗ്രഹം പോലും അടിച്ചുമാറ്റിയ ഈ ദേവസ്വത്തിന്റെ ഉപഹാരം രാഷ്ട്രപതി സ്വീകരിക്കുമോ എന്ന് അറിയാനാണ് എല്ലാവരും കാത്തുനിൽക്കുന്നത്. ഇന്നലെ കോടതി വ്യക്തമാക്കിയ സ്ഥിതിക്ക് എല്ലാ മോഷണങ്ങൾക്കും കൂട്ടുനിന്നതും ദേവസ്വം ബോർഡ് തന്നെ. പിടിച്ചെടുക്കാൻ വരെ ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. അങ്ങനെയുള്ള അയ്യപ്പ കള്ളന്മാരുടെ ഉപഹാരം സ്വീകരിക്കുന്നത് മഹനീയ വ്യക്തിത്വങ്ങൾക്ക് നല്ലതല്ല എന്ന അഭിപ്രായമാണ് ഉയർന്നു വരുന്നതും. ഏതായാലും രാഷ്ട്രപതി കൂടി ശബരിമലയിൽ എത്തുന്നതോടുകൂടി മോഷണ വാർത്ത കൂടുതൽ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രപതിയുടെയും രാജ്യത്തെ പ്രമുഖരുടെയും ഒക്കെ കണ്ണിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഒന്നാം പ്രതി. കാരണം പിണറായി വിജയന്റെ ഭരണത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല പോലെ അറിയാം. മന്ത്രിസഭയിലെ ഏത് വകുപ്പിലായാലും ഒരു ഇല അനങ്ങണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി അറിഞ്ഞിരിക്കണം. അറിയാതെ ചെയ്താൽ ചെയ്ത ആൾ ആ കസേരയിൽ കാണില്ല എന്നിരിക്കവേ തന്റെ ഭരണകാലത്ത് 2019 ഈ സമയം വരെ കിലോ കണക്കിന് സ്വർണം ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത് പിണറായി വിജയൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അത്ര മണ്ടന്മാരല്ല മലയാളികളും അതുപോലെ പിണറായി വിജയനെ അറിയുന്നവരും. മാത്രമല്ല ഡിപ്ലോമാറ്റിക് ബാഗിലും ബിരിയാണി ചെമ്പിലും അടക്കം സ്വർണം കള്ളക്കടത്ത് നടത്താൻ അഗ്രഗണ്യനാണ് പിണറായി വിജയനും സംഘവുമെന്ന് സ്വപ്ന സുരേഷ് തെളിവ് സഹിതം വെളിപ്പെടുത്തിയതുമാണ്. ഇന്ന് വരെ അതിൽ പ്രതികരിക്കാനോ കേസ് കൊടുക്കുവാനോ മുഖ്യൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും സ്വർണത്തിന്റെ കാര്യത്തിൽ പിണറായി വലിയ തൽപരക്കാരനാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതിനിടയിൽ തന്നെ ഹൈക്കോടതിയുടെ കണ്ടെത്തൽ പ്രകാരം അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചത് ദേവസ്വം ബോർഡും പ്രതികളാണ് എന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് ആ ബോർഡിനെ നിയമിക്കുന്ന പിണറായി വിജയൻ അറിയാതെ സ്വർണം പുറത്തു പോകില്ല എന്നുള്ളതും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും നല്ലപോലെ അറിയാം. അങ്ങനെ കോടതി നേരിട്ട് ഇടപെട്ട് നടത്തുന്ന അന്വേഷണത്തിൽ സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ അതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രി തന്നെ എന്നതിൽ സംശയമില്ല. അങ്ങനെ ശബരിമല എന്ന് കേൾക്കുമ്പോൾ തന്നെ മുഖ്യന് അടിമുടി വിറയ്ക്കുന്ന സമയത്താണ് രാഷ്ട്രപതി ശബരിമലയിൽ എത്തുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ കള്ളത്തരം ചർച്ച ചെയ്യപ്പെടാൻ കാരണം. അങ്ങനെ വഞ്ചനയുടെ ലാഞ്ചന കൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി ഈ സമയം അറബ് രാഷ്ട്രങ്ങളിൽ അഭയം തേടി എന്ന് പറയേണ്ടി വരുന്നത്.